നമ്മള് താലൂക്ക് ഹോസ്പിറ്റലില് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് പാലിറ്റീവ് നിങ്ങളുടെ ഡീറ്റെയിൽ തന്നിട്ടായിരുന്നു. അപ്പൊ നമ്മുടെ ബാങ്ക് നേരിട്ട് കൊണ്ടു തരാന്ന് പറഞ്ഞിട്ട് കൊണ്ടു തരണ്ടാട്ടാ. ഓണത്തിന് എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചന്ദ്രനടുത്ത് പറഞ്ഞാൽ മതി ചെയ്യാട്ടാ. അപ്പൊ ശരി, അപ്പൊ ഹാപ്പി ഓണം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായിട്ടുള്ള ബാങ്കുകൾ പ്രവർത്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ചെന്നെത്തുന്നത് സഹകരണ ബാങ്കിലാണ്. നമ്മളെല്ലാവരും തന്നെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് സഹകരണ ബാങ്കുകളിൽ നിന്നും ലോൺ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ ബാങ്കുകൾ പലപ്പോഴും, സഹകരണ ബാങ്കുകൾ പ്രത്യേകിച്ച്, ഇന്ന് പല ബാങ്കുകളും വളരെ പ്രതിസന്ധിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്തുള്ള ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ടൊക്കെ നിക്ഷേപകർ വലിയ വേദന അനുഭവിക്കുന്നു. റിസർവ് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏറ്റെടുത്തു. അവിടുത്തെ നിക്ഷേപകർ നാളെ പട്ടിണി സമരം നടത്തണം. പക്ഷേ ചാലക്കുടിയിലൊരു സർവീസ് സഹകരണ ബാങ്ക്, ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് 692. ഈ ബാങ്ക് ഈ ഓണക്കാലത്ത് നടത്തിയ ഒരു പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരനായിട്ടുള്ള റിൻഡോസ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തായിട്ടുള്ള ആ ചെറുപ്പക്കാരനാണ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ചാലക്കുടിയിൽ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക പണമിടപാടുകളുടെ കേന്ദ്രമായിട്ടുള്ള ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി നിയോഗിച്ചു. അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് വരാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. അദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം ഈ പ്രാവശ്യം ഈ ഓണനാളിൽ 32 കുടുംബങ്ങൾക്ക്, വളരെ നിർധനരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് ചെന്ന് ഭക്ഷ്യക്കിറ്റുകൾ, ഓണക്കിറ്റ് സമ്മാനിക്കുകയാണ്. ഈ ഓണക്കിറ്റ് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര സംഭവമല്ല. നമുക്കറിയാം, ഇന്നൊക്കെ നമ്മൾ പാച്ചിൽ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്നിരിക്കുന്നത്. എത്ര രൂപ ഓണസദ്യയ്ക്ക് വേണ്ടി നമുക്ക് ചിലവഴിക്കേണ്ടി വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 1000 രൂപ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തോരം സാധനങ്ങൾ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു 2000 രൂപയ്ക്കൊക്കെ മേലെ വരുന്ന സാധനങ്ങൾ, വളരെ നല്ല ക്വാളിറ്റിയോടുകൂടി സാധനങ്ങൾ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള റിൻഡോസും ഈ ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പുരോഗതിയിലേക്ക് ഇതുവരെ നയിച്ച അതിൻ്റെ മുൻ സാരഥികളായിട്ടുള്ള നമ്മുടെ ചന്ദ്രേട്ടൻ, വാർഡ് കൗൺസിലർ ചന്ദ്രേട്ടൻ, അതുപോലെ തന്നെ VL ജോൺസേട്ടൻ, അതുപോലെ തന്നെ ബോർഡ് അംഗങ്ങൾ ജോണി പുല്ലൻ തുടങ്ങിയവരെല്ലാം ചേർന്ന് ഓരോ വീടുകളിലേക്കും ഇത് ചാക്ക് ചുമന്ന് കൊണ്ടെത്തിക്കുകയാണ്. നമുക്കറിയാം, ഈ ബാങ്കിൽ നിന്നും സാധാരണ വീടുകളിലേക്ക് വരുന്നത് എന്താണ്? ജപ്തി നടപടിക്രമങ്ങളായിട്ടും അതുപോലെ തന്നെ ലോണുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ തന്നെയാണ് വീടുകളിലേക്ക് വരുന്നത്. ഈ വണ്ടിയും വരുന്നത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് വല്ലാത്ത ഭയാശങ്കകളോട്, ഈ ബാങ്കിൽ നിന്ന് ആൾ വരണമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഭയാശങ്കകളോട് കൂടിയിട്ടായിരിക്കും കാത്തിരിക്കുക. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇതാ, ഞങ്ങൾ വരുന്നത് നോട്ടീസ് പതിപ്പിക്കാനല്ല, ഞങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഭയാശങ്കകൾ ഉണ്ടാക്കുന്ന ചിന്തകളുമായിട്ടല്ല. യഥാർത്ഥത്തിൽ മഹാബലി വന്നൻ കേരളം ഭരിച്ചപ്പോഴുണ്ടായിരുന്ന തുല്യനീതി, തുല്യ സമത്വം തുടങ്ങിയ ആശയങ്ങളൊക്കെ ഈ പ്രാവശ്യം ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക്, ഓണം ആഘോഷിക്കാതിരിക്കാൻ ആർക്കും ഇടവരരുത്. ഓണം ആഘോഷിക്കുക എന്നുള്ളത് മലയാളികളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിലെ ബോർഡ് അംഗങ്ങളും ജീവനക്കാരും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളും ചേർന്ന് ഈ വീടുകളിലേക്ക്, ഈ നിർധനരായിട്ടുള്ള വീടുകളിലേക്ക് ഭക്ഷ്യക്കിറ്റുകളുമായി കൊണ്ടുപോകുന്നൊരു കാഴ്ച യാദൃശ്യമായിട്ട് കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും കുടുംബാംഗങ്ങളെ കണ്ടെത്തിയത് ചാലക്കുടി താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന പാലിയേറ്റീവ് കെയർ സംവിധാനമാണ് ഈ കുടുംബാംഗങ്ങളെ കണ്ടെത്തി കൊടുത്തത്. ഇത് ആളുകളുടെ ഉള്ളിൽ ഈ തിരുവോണ നാളിൽ ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിനെ ഓർത്തൊരു കുളിർമഴ പെയ്യും. കാരണം ബാങ്കുകൾ വീടുകളിലേക്ക് വരുന്നത് ജപ്തി നോട്ടീസുകൾ പതിക്കാനും വോട്ടഭ്യർത്ഥിക്കാനും മാത്രമല്ല ബാങ്കിൽ നിന്ന് ആളുകൾ വരുന്നത്. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം, ഈ ഓണനാളിൽ, ഈ തിരുവോണ നാളിൽ ഞങ്ങളുണ്ട് എന്ന് ചെറുപ്പക്കാരനായിട്ടുള്ള റിൻഡോസ് പ്രസിഡൻ്റായിട്ടുള്ള ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് അത് തെളിയിച്ചിരിക്കുന്നു എന്നുള്ള മനോഹരമായ നന്മയ്ക്ക് മുന്നിൽ ഒരു ബിഗ് സല്യൂട്ട് നേരുകയാണ്. എനിക്കതിൽ കണ്ടൊരു സംഗതി, ഒരുപാട് സീനിയർ നേതാക്കന്മാർ ഈ റിൻഡോസിനൊപ്പം നിൽക്കുന്നു. മനസ്സിലായിട്ടില്ല, കോൺഗ്രസ്സിൽ നിരവധിയായിട്ടുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളും തർക്കങ്ങളും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ നോക്കുമ്പോൾ വാർഡ് കൗൺസിലറായിട്ടുള്ള ചന്ദ്രേട്ടൻ ഒരു വശത്ത് കാര്യങ്ങൾ പറയാനും വീടുകൾ കാണിച്ചു കൊടുക്കാനും നിൽക്കുന്നു. അതിന് തൊട്ടടുത്ത് ദീർഘകാലം അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള VL ജോൺസേട്ടൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആളുകളുടെ അടുത്ത് നിന്ന് സംസാരിക്കാനും ഒക്കെ തന്നെ മുന്നിട്ട് നിൽക്കുന്നു. അവിടുത്തെ ബോർഡ് അംഗങ്ങൾ, അങ്ങനെ റിൻഡോസിനേക്കാളും വളരെ മുതിർന്നവരായിട്ടുള്ള അംഗങ്ങൾ ഈ ടീമിനോടൊപ്പം ചേർന്ന് നിന്നൊരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു മാതൃക തന്നെയാണ്. പ്രശ്നങ്ങളുണ്ടാകാം, മറ്റു കാര്യങ്ങളുണ്ടാകാം, പക്ഷേ ഈ തിരുവോണ നാളിൽ ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് നന്മയുടെ കരങ്ങൾ ഈ പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. പലപ്പോഴും ഈ വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയോ, ഈ ഓണനാളുകളിലൊക്കെ വീട്ടിൽ വളരെ വേദനിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. അവരുടെ അടുത്തേക്കൊക്കെ ചെന്ന് രോഗം ബാധിച്ചിരിക്കുന്നവർ, വെള്ളം ചോർന്നൊലിക്കുന്ന വീടുകളിൽ വളരെ അംഗങ്ങളായിട്ടിരിക്കുന്നവർ, അവരുടെയൊക്കെ അടുത്ത് പോയിട്ടൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ഈ തിരുവോണ നാളിലെ ഏറ്റവും വലിയ സമ്മാനം. അതാണ് ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് ചെയ്തത്. ഈ നന്മ തുടരട്ടെ. റിൻഡോസിനും ബോർഡ് അംഗങ്ങൾക്കും ഈ ബാങ്കിനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന എല്ലാ സാരഥികൾക്കും അഭിവാദനങ്ങൾ. എല്ലാവർക്കും ഓണാശംസകൾ. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് അനവധി കാര്യങ്ങൾ, കിടപ്പ് രോഗികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ ഈ തവണ ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് നേരിട്ട് പാലിയേറ്റീവ് നടത്തുന്ന 32 പാലിയേറ്റീവ് രോഗികൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. ആ ഓണക്കിറ്റ് ഏകദേശം 2000 രൂപ
വില വരുന്നതാണ്. ബാങ്കിന് ഈ കാര്യങ്ങൾ ചെയ്യുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് 15 ലക്ഷം രൂപയിലധികം രൂപ നാളിതുവരെ വകയിരുത്തിയിൽ ഉണ്ട്. ആ സംഖ്യ ഉപയോഗിച്ചിട്ടാണ് പാവപ്പെട്ട ഇത്തരം രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും അതുപോലെ തന്നെ ഓണത്തിനും അതുപോലെ തന്നെ ക്രിസ്മസിനൊക്കെ അവരോടനുബന്ധിച്ച് അവരെ സഹായിക്കുന്നത്.